എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടൊരു നടനാണ് ശിവാജി ഗണേശൻ. ഓണത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യം പറയണം. കാരണം എൻ്റെ ബാലപാഠം തുടങ്ങുന്ന അവിടെയാണ്. പലർക്കും പല അഭിപ്രായം അദ്ദേഹത്തെപ്പറ്റി ഉണ്ടാവും. പക്ഷേ ഞാൻ അഭിനയത്തിൻ്റെ വിവിധ തലങ്ങൾ ദർശിച്ചത് അദ്ദേഹത്തിലൂടെയാണ്. അത് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ത്രില്ലടി വേണമെങ്കിൽ MGR-ണ്ട്. കാരണം തുടക്കം മുതൽ ഇടി, പിന്നെ പാട്ട്, മനോഹരമുന്നൻ്റെ ഡാൻസ്, അതിന് ചിത്രയിൽ വേറൊരു പരിപാടി കൊണ്ട് ഇങ്ങനെ ഈ കപ്പലണ്ടി ഉണ്ട്. അന്നത്തെ ഈ ഐസ് ക്രീമോ സ്നാക്കോ ഒന്നുമില്ല, കപ്പലണ്ടി. അത് ഇത്ര നീളത്തിലാണ് ആ പൊതി, ഇങ്ങനെ ഒരു 2 അണ്ടിയാണ് മേളിൽ, ബാക്കി മുഴുവൻ ഇങ്ങനെ വെറും പേപ്പറാണ്. നമ്മളിങ്ങനെ കൊടുത്ത് ഒരെണ്ണ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തപ്പുമ്പോൾ ഇത് മാത്രം കാണും, ബാക്കി അങ്ങോട്ട് വെറുതെ. അപ്പം ഇതിൻ്റെ ഈ പൊതിയുടെ നീളം കണ്ടാൽ തോന്നും ഭയങ്കരമായിട്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലെന്ന്. അങ്ങനെ പ്രകടമായ പറ്റിപ്പ്. ആ 2 എണ്ണം കുറിച്ചുകൊണ്ട് ഈ ബാക്കി പേപ്പർ ആ ദേഷ്യത്തിന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് വിടും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ചിത്ര തിയേറ്റർ സിനിമ കാണുന്നവർക്കറിയാം, ഈ റോക്കറ്റ് പോലെ ഈ പേപ്പർ ഏതാണ്ട് 10,000-ൽ പരം പേപ്പർ കുറ്റികൾ അതിൻ്റെ റൂഫിൽ, അത് തുണിയാണ്, ആ തുണിയിൽ ഈ പേപ്പർ ഇങ്ങനെ വെച്ച് അങ്ങ് വിടുമ്പോഴത്തേക്ക് ഇത് ഒരാരോ തന്നെയാണ്, ഇങ്ങനെ കുത്തി ചിലപ്പോൾ ത്രില്ലടിക്കുമ്പോഴും MGR-ൻ്റെ സ്റ്റണ്ട് കാണുമ്പോൾ ഇങ്ങനെ വിട്ടേക്കുക. അതൊരു ത്രിൽ, അതൊരു രസം. അല്ലാതെ സീറ്റ് ചവിട്ടി പൊളിക്കുക, കുത്തിക്കീറി സ്പോഞ്ച് എടുത്ത് പുറത്തിടുക, തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ പുറത്ത് ചവിട്ടി രസിക്കുക, അല്ലെങ്കിൽ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന അപരിചിതനായ ആളുടെ തോളി കൈവച്ചിട്ട് ചിരിച്ച് അവനെ കൂടെ ബുദ്ധിമുട്ടിക്കുക. അത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളിരിക്കുന്ന വിരലിലോട്ട് ഇങ്ങനെ കുത്തി നോക്കുക. അങ്ങനത്തെ ത്രില്ലടിയൊന്നും അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്ത അട്ടിച്ച് ഷേപ്പ് മാറ്റിക്കളയും. അന്നത്തെ കാലത്ത് നിരപ്പാക്കി കളയും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾ കോളേജ് പിള്ളേർ വരുമ്പോൾ പ്രത്യേകം നമ്മുടെ മുതിർന്ന ചേട്ടന്മാരെ പോലുള്ളവർ, കോളേജ് പഠിക്കുന്ന മരുന്നുണ്ട്, ഒന്ന് നോക്കിക്കോണേ. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒരു 2-3 മുതിർന്ന പാർട്ടീസ് നമ്മളെ റൗണ്ട് ചെയ്യും. കാരണം നമ്മളെന്തെങ്കിലും കിശുവത്ത് കാണിച്ചാൽ ആ സെക്കൻഡ് 2 പൊട്ടിക്കലും തന്ന് വീട്ടിൽ പെടാം എന്ന് പറഞ്ഞു വിടണം. എന്നാൽ അതല്ലല്ലോ, അവൻ ചെയ്യണമൊക്കെ ഒന്നും കൂടെ കുത്തിക്കൊടും, ഒന്നും കൂടെ 2 ചവിട്ടും കൂടെ കൊടും, അമ്മെടുക്കൻ ഫസ്റ്റല്ലേ അവനല്ലേ നമ്മുടെ ആൾ എന്നൊക്കെ പറയും. ഇന്ന് എൻകറേജ് ചെയ്യാനാണ് അതിന് താല്പര്യം. മറ്റേതല്ല, തിയേറ്റർ പബ്ലിക് സ്ഥലത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം, ഓണക്കാലത്തിൽ ഒരു ചെക്കൻ 18 വയസ്സിൽ താഴെ ഒരു ചെക്കൻ കാണിച്ചാൽ അപ്പം തന്നെ എവിടുത്തേടാ നീ വെച്ചിട്ട് പരിചയമുള്ള സ്ഥലത്തന്നെ പറഞ്ഞു വിടും. അതുപോലെ തന്നെ കള്ള് ഷാപ്പിൽ ഞങ്ങൾ ഓണക്കാലത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കള്ള് ഷാപ്പിൽ കയറി, പേട്ട കള്ള് ഷാപ്പിൽ ഞങ്ങളെ കയറ്റിയില്ല, അതിനകത്ത് കയറ്റിയില്ല. പഠിക്കാൻ തുടങ്ങി മൂക്കി മീശ കിളുത്തില്ല, അവൻ കള്ളു പിടിക്കാൻ തുടങ്ങുന്നത്. പോടാ അപ്പം നമ്മയ്ക്ക് നാട്ടുകാർക്കും പേര് ദോഷം ഉണ്ടാക്കാതെ ഒരു വലിയ വയറ ഒരു ചേട്ടൻ അവിടുത്തെ ജമ്മിയാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ പോടാ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു, വിരട്ടി വിട്ടു. ഇന്നൊരു കള്ള് ഷാപ്പിൽ ചെന്നാൽ വിരട്ടി വിടുവോ? മുതിർന്ന ചേട്ടന്മാർ വിരട്ടി വിടുവോ? എനിക്ക് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് കൂടെ വാങ്ങിച്ചാൽ, ഇല്ല ഒന്നുമില്ല കൈ കാഴ്ച ഉണ്ടെങ്കിൽ 1 രൂപ എനിക്ക് കൂടെ വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ ഓണം. അന്നത്തെ ഓണം അതല്ല, കള്ള് ഷാപ്പ്. മുതിർന്നവർ പെരുമാറുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു 18 വയസ്സുകാരനോ 19 വയസ്സുകാരനോ കണ്ടാൽ നീ ഇന്നടത്തല്ലയോടാ, നീ ഇന്നാരുടെ മോനല്ലയോ, പോടാ അവിടുന്ന്. അല്ലെങ്കിൽ ആ ഓഫീസിൽ വിവരം അറിയിച്ചിരിക്കും തൻ്റെ മോൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, ആ പേട്ട കള്ള് ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ നടപ്പുണ്ടാവും. ചെറുക്കന് പഠിക്കാനൊന്നുമില്ലേ. അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തിയിൽ നിന്ന് ഒരു കമ്പ് എടുത്ത്, അതായത് അച്ഛൻ്റെ ഫയൽ ഇങ്ങനെ കക്ഷത്തിലുണ്ട്, അവിടെ നിന്ന് ഈ കൊമ്പ് അങ്ങോട്ട് ഓടിച്ച് അതിൻ്റെ ഇലയും പൂവെല്ലാം കളഞ്ഞ് അത് കയ്യിലെടുത്തിട്ട് എവിടെയാ അവൻ അമ്മയോട് ചോദിക്കും. അല്ല അവൻ ഇവിടെ ഉണ്ട്, എന്ത് കാര്യമൊക്കെ പിന്നെ ഇഞ്ഞ് വേടാ എന്നിട്ട് ഒരു 5 അടി. അപ്പോൾ ഈ മോഡൽ സ്കൂളിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന കാക്കി നിക്കർ അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ. ഷർട്ട് മാത്രമേ അഴിച്ചിട്ടുള്ളൂ, കാരണം പന്ത് കളിക്കാൻ പോകണം. ആ നിക്കറിൻ്റെ നല്ല നീറ്റ് അടിയാണ്, നല്ല ഫ്ലാപ്പ് ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് തോടെ നല്ല ക്ലിയറാക്കി വെച്ചിട്ട് 5 പൊടി പറക്കും. കാരണം 5 ദിവസമായി കാക്കി നിക്കർ നനച്ചിട്ട്. കാക്കിയായതുകൊണ്ട് നനയ്ക്കേണ്ട കാര്യമില്ല, യൂണിഫോം അല്ലേ, ഒരാഴ്ചയ്ക്ക് ഒരിക്കലേ നടക്കുള്ളൂ. എന്നൊരു പൊടി, പടപടാ പൊടി, എന്ത് ഇങ്ങനെ തറയിക്കൊണ്ട് പറയും. നിന്നെ പഠിക്കാനല്ലേ പറഞ്ഞു വിട്ടു, എന്തിന് കള്ള് ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ പോയി? എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഓണം പോയി. കാരണം ഓണക്കാലം മുഴുവൻ സങ്കടം. നമുക്കെതിരെ സ്പൈ വർക്ക് ചെയ്യുന്ന ആരാണ്? അത് എൻ്റെ അച്ഛനെ എൻ്റെ പപ്പായെ എങ്ങനെ അറിയിച്ചു, ആരറിയിച്ചു? അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛനും അവിടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കളുടെ മക്കൾ തമ്മിൽ പരിചയമില്ലെങ്കിലും സുഹൃത്തുക്കൾ തമ്മിൽ അറിയാം.